നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. സോ നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട്ടിലേക്കാണ്. വി ആർ സോ എക്സൈറ്റഡ്. കാരണം ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. സോ ഫൈനലി വി ആർ ഗോയിങ്. സോ യാ, അപ്പോൾ ആസ് ഐ സെഡ് ഞങ്ങൾ പാലക്കാട് പോവാണ്. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് കേട്ടോ പാലക്കാട് ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇനി ഏകദേശം 1 hour 10 minutes എന്നൊക്കെയാണ് മാപ്പിൽ കാണിച്ചത്. എന്നാലും ഒരു 1 hourലൊക്കെ. അതും ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ ഒരു കുതിരാൻ ടണലിലൂടെ പോകുന്നത്. ലൈക്ക് നമ്മളിത് എപ്പോഴും ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കാണായിരുന്നു പാലക്കാട് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്ന റീൽസൊക്കെ. അപ്പോൾ ഫൈനലി ഞാൻ ഈ കുതിരാൻ ടണലിൽ കയറിയപ്പോൾ ഓക്കെ പാലക്കാട് എത്തുന്നു എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഹായ്, അപ്പോൾ നമ്മൾ ഈ കൊല്ലങ്കോട് എത്താൻ ഇതിപ്പോൾ മംഗലം പാലമാണ് നമ്മളിപ്പോൾ എത്തിക്കണേ. സോ എനിക്ക് ഒട്ടും ഭയങ്കര തലവേദന. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ എടുക്കുകയാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളൊരു 30 minutes കൊല്ലങ്കോട് എത്തും. 6 മണിക്ക് നമ്മൾ കൊല്ലങ്കോട് എന്തായാലും എത്തും. യാ, ഓൺ ടൈമാണ്. ഫൈനലി നമ്മൾ കൊല്ലങ്കോട് എത്തി. അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോട് ആദ്യം ഈ ഒരു സ്ഥലത്താണ് വന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ നെൽപ്പാടങ്ങളും മലകളും ഒക്കെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വേഗം തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. സൺറൈസൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. സോ ഞങ്ങളിപ്പോൾ പാടത്തിൻ്റെ വരമ്പികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഏക്കറുകളോളം ഈ നെൽകൃഷി ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ഭംഗി കൂട്ടാൻ ചുറ്റിനും കുറേ മരങ്ങളും കുറേ മലകളും അതുപോലെ ഈ കൊക്കൊക്കെ ഇങ്ങനെ ബാക്കിൽ കൂടെ പറക്കുന്നതും ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ വീഡിയോസാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഓരോ ഫ്രെയിംസും എവിടെ ക്യാമറ വെച്ചാലും അവിടെ കിഡിലൻ ഫ്രെയിമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ സൺറൈസ്, നല്ല ഭംഗിയുള്ളൊരു സൺറൈസ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. കാരണം ഞങ്ങൾ ഭയങ്കര നേരത്തെ എത്തിയായിരുന്നു അവിടെ. ലൈക്ക് ലൈറ്റ് വരുന്നതിന് മുന്നേ ഞങ്ങൾ എത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കൈൻഡ് ഓഫ് വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. ബൈ ദ ടൈം ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുമ്പോഴേക്കും ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ ഏറെക്കുറെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല സമാധാനത്തിൽ വീഡിയോസൊക്കെ എടുക്കാനും പറ്റി. ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യാനും പറ്റി. കാരണം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു മൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇപ്പോൾ സമയം 8:30 ആയി. നമ്മളിവിടെ ഒരു ചെറിയ ഗാർഡൻ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഈ പ്ലേസ് വിടുവാണ്. കൊല്ലങ്കോട് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകാൻ പോവാണ്. ഐ ജസ്റ്റ് ഷോ ദിസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗാർഡൻ പോലെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആക്ച്വലി ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമില്ലാത്തൊരു ആഡ് ഓൺ പോലെയാണ് തോന്നിയത്. കാരണം ഇതൊരു നാച്ചുറൽ ഭംഗിയുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ വെക്കുന്നതാണ് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഓരോ ആഡ് ഓൺസ് ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതിനെ അത് ഭയങ്കരമായിട്ട് റൂയിൻ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു ചായയിലാണ് പിടിച്ച് നിന്നത്. അങ്ങനെ നമ്മളൊരു റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ചായക്കട ഉണ്ടല്ലോ, ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട, അവിടെ ചെന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഈ ഒരു ചായക്കട ഉണ്ട്, വിച്ച് ഈസ് ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട. ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ക്ലോസ് ആയ ഒരു സങ്കടം ഞങ്ങൾക്ക് ഈ ഒരു ചായക്കടയിൽ നമുക്ക് മാറിക്കിട്ടി. കാരണം നല്ല അസല് പരിപ്പോടെയും ഉഴുന്നുവടയും നല്ല കിഡിലൻ ചായയൊക്കെയായിരുന്നു കേട്ടോ. ആൻഡ് ഈ ചേട്ടൻ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരുന്നു. ഭയങ്കര നല്ലൊരു ചേട്ടനായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. സോ നൗ വി ആർ ഗോയിങ് ടു ചിങ്ങൻചിറ ക്ഷേത്രം. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്. നമ്മൾ അവിടെ പോകാമെന്ന് ഓർത്തു. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആലുകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് വേരുകളൊക്കെ ഇറങ്ങി വലിയൊരു മരമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു വലിയൊരു കുട പോലെ ഇങ്ങനെ അത് ഇങ്ങനെ നിൽക്കണ കാണാൻ ഭയങ്കര ഭംഗിയാണ്. സോ ദിസ് ഈസ് ചിങ്ങൻചിറ കറുപ്പസ്വാമി ടെമ്പിൾ.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോണ വഴിക്ക് ഈ ഒരു കുടിലിടം എന്നുള്ളൊരു സ്ഥലത്ത് പോയി. ഇത് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ഒരു ആഡ് ഓൺ പോലെയാണ്. ലൈക്ക് ഒന്നും നാച്ചുറലായിട്ട് ഒന്നും തോന്നിയില്ല. ലൈക്ക് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടിക്കറ്റ് എടുത്ത് കയറണോ, അതും ഒരു നാച്ചുറൽ ഭംഗി തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ എനിക്ക് മെയിൻലി ആ ഒരു വാട്ടർ വീലറിലൊരു ഫോട്ടോ എടുക്കാനാണ് പോയത്. പക്ഷേ എനിക്കതിനകത്ത് മര്യാദ കയറിയിരിക്കാൻ അങ്ങനെ പറ്റില്ല. ഞങ്ങൾ വെറുതെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ മാത്രം 2-3 ഫോട്ടോസ് എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു, നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്ന കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. സോ യാ, ദ ജേർണി കണ്ടിന്യൂസ്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ്, വിച്ച് ഈസ് നമ്മുടെ വെട്ട മൂവിയിലൊക്കെ കാണിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, മുതലമട. അവിടെയാണോ നെക്സ്റ്റ് ഞങ്ങൾ പോയത്. അവിടെ ഞങ്ങൾ അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് വീഡിയോസും ഒരു 1-2 വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ട്രെയിനൊന്നും തന്നെ കണ്ടില്ല. എനിവേസ് അവിടെ നിന്നും ഞാൻ എന്തോ ഒരു സോഡ നാരങ്ങളൊക്കെ മേടിച്ച് കുടിച്ചിട്ടോ. സോ ഇത് ഞങ്ങളുടെ പ്ലാനിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്പോട്ടായിരുന്നു വെങ്കലക്കയം റിസർവ്. പക്ഷേ ആസ് വി ആർ അൺലക്കി, അവിടെ മൊത്തം വെള്ളം കയറി കിടക്കുന്ന ഒരു ടൈമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ അത്. സോ യാ, നൗ ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച്. അപ്പോൾ ലഞ്ചിന് അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു, NMR ഹൗസ്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടതാണ്. നല്ല വിശപ്പായിരുന്നു. സോ നമ്മൾ അവിടെ പോയി അവരുടെ ഫേമസ് റാവുത്തർ ബിരിയാണിയാണ് കേട്ടോ ട്രൈ ചെയ്ത്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ഹെവൻ. ഇറ്റ് വാസ് റിയലി മൗത്ത് വാട്ടറിങ്. ഭയങ്കര യമ്മി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ സാലഡും, എനിക്ക് ആക്ച്വലി ഇങ്ങനെ സാലഡ്സൊക്കെ ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ്. പക്ഷെ അവരുടെ എല്ലാ ഡിഷും കിഡുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സോ ഞങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ വാസ് തെക്കേ മലമ്പുഴ. സോ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മലമ്പുഴ ഡാം കഴിഞ്ഞിട്ട് പിന്നെയും കുറേ കൂടെ ഫ്രണ്ടിൽ പോകണം കേട്ടോ. അവിടെയാണ് ഈ ഒരു തെക്കേ മലമ്പുഴ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. സോ ആക്ച്വലി നേരം വൈകിട്ട് ആവാറായൊരു ടൈം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പോട്ടും കൂടെ കവർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്കാണ് പോയത്. വേറെ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാലക്കാടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടറ്റത്താണ്. സോ നമ്മൾ കൊല്ലങ്കോട് ഈ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ പിന്നെ ഒറ്റപ്പാലം റൂട്ടിലേക്കൊക്കെ എത്താൻ ഭയങ്കര ടൈം എടുക്കും. സോ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ മേ ബി നെക്സ്റ്റ് ടൈം എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ യെസ്, ഈ ഒരു പ്ലേസ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ പോണ റോഡ്സും ആ വെള്ളമൊക്കെ സൈഡിൽ ഇങ്ങനെ കണ്ടുപോകാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി. കാരണം 1-2 വണ്ടികളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. സോ ഞങ്ങളും ഇങ്ങോട്ട് വന്നിട്ടോ. ആൻഡ് ആസ് ഐ സെഡ് ഏർലി, മൺഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. സോ ഈ ഒരു അത്രയും വലിയ പ്ലേസിൽ ദ കാംനെസ്, ആ ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ബാക്കിൽ ഇങ്ങനെ കുറേ മലകളും പിന്നെ ഈ ഒരു വാട്ടർ ഫ്രണ്ടും ഭയങ്കര ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ. അവിടെ നിന്നും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബട്ട് നമ്മൾ ഓൾറെഡി ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. കാരണം ഈവനിങ് ആയിരുന്നു, അതിരാവിലെ ഇറങ്ങിയതല്ലേ. സോ ഓൾറെഡി ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം സൺസെറ്റൊക്കെ ആവാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സോ അവിടെ തൊട്ടടുത്ത് ഒരു അമ്പലത്തിൽ പോകണം എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. കാരണം ഇനിയും വേറൊരു സ്ഥലത്തും കൂടെ കയറിയായിരുന്നെങ്കിൽ വീട്ടിലെത്താൻ ഭയങ്കരമായിട്ട് ലേറ്റാണ്. കാരണം ഈവനിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാഫിക്കും കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം ഇനിയും നെക്സ്റ്റ് ടൈം നമുക്ക് പാലക്കാടിൻ്റെ വേറൊരു സൈഡിൽ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാമല്ലോ എന്ന് ഞങ്ങൾ പിന്നെ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ മലമ്പുഴ തന്നെ എനിക്ക് ഉപ്പിലിട്ടത് കഴിക്കാൻ കൊതിയായിരുന്നു. മേടിച്ചു. ഉപ്പിലിട്ടല്ല, സോറി, മുളക് ഇട്ട് പൈനാപ്പിൾ അത് മേടിച്ചു. എന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമ്മൾ വേറെ എവിടെയും കയറുന്നില്ല, നേരെ എറണാകുളം പോവാണ്. കാരണം ഓൾറെഡി 5 ആയതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിലെത്തണം. സോ കിടന്ന് ഉറങ്ങണം. ബിക്കോസ് ഞാൻ രാവിലെ എനിറ്റാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെയും ഹോൾട്ട് ചെയ്യാനുള്ള, നേരെ സ്ട്രെയിറ്റ് ടു ഹോം. സോ യാ, അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ പറയാനുള്ളത്? ഹൗ വാസ് ദ ട്രിപ്പ്? ഹൗ വാസ് അവർ 1 day പാലക്കാട് ട്രിപ്പ്? അത്ര ഉള്ളു പറയാൻ. ഓക്കേ, മതി.
അത്രയൊക്കെ ചോദിച്ചാൽ മതി. ഓക്കെ യാ. സോ ദാറ്റ് എനിവേസ് ചില സ്ഥലങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ അത്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അത്. മെയിൻലി നമ്മളുടെ രണ്ടുപേരുടെയും ക്ലോസ് ടു അവർ ഹാർട്ട് എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറയുന്നത് കൊല്ലങ്കോട്. ഒരു പാടവരമ്പും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ദാറ്റ്സ് ഓൾ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.